പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. എൻ്റെ ചർച്ചിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പ്രാർത്ഥനാ പോരാളികളായി പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വയ്ക്കാം. ആയുസ്സും ആരോഗ്യവും പുതുജീവനും തരുന്ന പുതുപ്രഭാതത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 14 വാക്യം വായിക്കുന്നു. John the Gospel chapter 14 verse 13 and 14. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഇവിടെ കർത്താവിൻ്റെ ഒരു ഭൂമിയിലായിരുന്നപ്പോൾ ഐഹിക കാലത്ത് ജീവിച്ചിരുന്ന കാലത്ത്, ഐഹിക ജീവിതകാലത്ത് കർത്താവ് തരുന്ന ഒരു പ്രോമിസ്, അന്ന് ശിഷ്യന്മാരോട് പഠിപ്പിക്കുമ്പോൾ തരുന്നൊരു പ്രോമിസ്, അത് നൂറ്റാണ്ടുകളെ തട്ടി പ്രതിധ്വനിച്ച് ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. ആ ഒരു പ്രോമിസ് ഉണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തമാണ് ഒന്നുകൂടെ ആവർത്തിച്ചു വായിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഇത് 14-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഇത് തികച്ചും ഒരു ദൈവത്തിൻ്റെ പൈതലിനോടുള്ള വാക്കാണ്. ഒരു പുറമേയുള്ള ആളുകളോട് പറയും, കർത്താവിനോട് അപേക്ഷിച്ച, യേശുവിനോട് അപേക്ഷിച്ച, യേശു ദൈവം എന്ന് വിചാരിച്ച് അപേക്ഷിച്ച ചെയ്തു തരും. അതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പുറത്ത് ഒരു ദൈവ മകനായിരിക്കുന്ന, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന, യേശുവിൻ്റെ ആ ശിഷ്യത്വത്തിലേക്ക്, ഡിസൈപ്പിൾഷിപ്പിലേക്ക് വന്നിരിക്കുന്ന ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു വാഗ്ദത്തമാണ്, ഒരു വചനമാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളത്. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അപ്പോൾ തന്നെ 1-ാമത്തെ വാക്യം, 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ. അപ്പോ യേശു ക്രിസ്തു തൻ്റെ അതേ ക്രൂശീകരണത്തിന് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് തൻ്റെ ശുശ്രൂഷ തികച്ച ശേഷം ക്രൂശിക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർ ഏകരായിരിക്കുമ്പോൾ അവർക്കുണ്ടാകാൻ സാധ്യത എന്ന് പറഞ്ഞാൽ അല്പം കൂടെ തെറ്റ, ഉണ്ടാകുന്ന സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഓർപ്പിക്കുന്നതാണ് 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, കലങ്ങിപ്പോകും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അങ്ങനെ കലങ്ങുന്ന വേളയിൽ അവിടെ എഴുതിയിരിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല, നിങ്ങളുടെ ഹൃദയം കലങ്ങിക്കൊണ്ടേ ഇരിക്കരുത്. കലങ്ങിപ്പോകാൻ സാധ്യതയുള്ള സമയങ്ങളുണ്ട്. അപ്പൊ കലങ്ങിക്കൊണ്ടേ ഇരിക്കരുത്. അവിടെ ഒരു വിശ്വാസം, അവിടെ നിങ്ങൾ ചിന്തിക്കണം, ഞാനുണ്ട്, യേശു കർത്താവ് നിനക്ക് വേണ്ടിയുണ്ട്, യേശു കർത്താവിന്റെ വചനം നിനക്ക് വേണ്ടിയുണ്ട്, ദൈവിക വാഗ്ദത്തമുണ്ട്. ഇതൊന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകാൻ സാധ്യതയുള്ള മേഖലകളിൽ യേശു നിങ്ങളുടെ അടുക്കേക്ക് വരും. യേശുവിനെ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ. ഞാൻ വെറുതെ ഇരിക്കുകയും വെറുതെ പോവുകയല്ല, നിങ്ങൾക്ക് ഭവനമുണ്ടാക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഭവനമുണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്താൻ വേണ്ടി വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തം വചനം 14-ാം അധ്യായത്തിൽ തുടങ്ങിയിട്ട് ആത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ട് ഈ ലോകത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ പലവിധ സാഹചര്യങ്ങളിൽ വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ അതേ ആ നിത്യപ്രത്യാശ സ്വർഗരാജ്യമാണ്. എറ്റേണൽ പ്രതീക്ഷ, എറ്റേണൽ പരമപ്രധാനമായ പ്രതീക്ഷ, പ്രത്യാശ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ
ഇന്ന് ഈ വചനത്തിനകത്തേക്കൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് തിരിച്ചറിയണം. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഇവിടെ ഒരു യൂണിയൻ, പിതാവും പുത്രനുമുള്ള യൂണിയൻ മാത്രമല്ല, ഇവിടെ ഒന്നുകൂടെ പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു ദൈവവൈതലിനുള്ളതാ. യേശുവിൻ്റെ നാമത്തിൻ്റെ വില അറിയാവുന്ന, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അറിയാവുന്ന, അത് യേശുവിൻ്റെ നാമത്തിൻ്റെ ആ പ്രാധാന്യത അറിയാവുന്ന യേശുവിൻ്റെ ശിഷ്യനോട് പറയുന്ന വാക്ക, എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുക, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഈ സന്ദേശം കേൾക്കുമ്പോൾ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹൃദയം കലങ്ങിയിരുന്നിട്ട് ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ച് നാല് പാടും വാതിലുകൾ അടഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്നുള്ള ഇല്ല എന്നുള്ള സാഹചര്യത്തിനകത്ത് ഇന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവിൽ ദൈവവചനത്തിന്റെ ഉറപ്പിൽ പ്രോമിസ് വാക്ക് പറയുക, യേശുവിന്റെ നാമം, ഇതിനൊരു ശക്തിയുണ്ട്, ഇതിനൊരു വിലയുണ്ട്. സർവനാമത്തിനും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ മുട്ടും മടങ്ങുന്ന നാമം. ഈ നാമത്തിൽ അപേക്ഷിക്കുക. ഹല്ലേലൂയ. ഈ നാമത്തിൽ അപേക്ഷിക്കുക. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം 16:14 പറയുന്നത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ സർപ്പങ്ങളെ, അതേ മരണകരമായി യാതൊന്നും കുടിച്ചാലും നിങ്ങൾക്ക് കാര്യം വരികയില്ല. ആ നാമത്തിനൊരു വിലയുണ്ട്. എല്ലാ നാമം, ഭൂലോകത്തിലും അധോലോകത്തിലും സ്വർലോകത്തിലുമുള്ള എല്ലാ നാമത്തിനും മേലായ ഒരു നാമമുണ്ട്. ഈ നാമത്തിനൊരു അതോറിറ്റി ഉണ്ട്. ഈ നാമത്തിന്റെ അതോറിറ്റി അറിയാവുന്ന, ഈ നാമത്തിന്റെ വില അറിയാവുന്ന, ഈ നാമത്തിന്റെ ശക്തി അറിയാവുന്ന തൻ്റെ അരിമ ശിഷ്യന്മാരോട് താൻ സ്വർഗാരോഹണം ചെയ്തതിന് തൊട്ടു മുമ്പ്, ക്രൂശിക്കപ്പെട്ട് കഷ്ടാനുഭവത്തിന് തൊട്ടു മുമ്പ് അവർക്ക് കൊടുക്കുന്ന പ്രോമിസ, ഞാൻ പോകുക, പക്ഷെ എൻ്റെ നാമം നിങ്ങളോട് കൂടിയിരിക്കും. പ്രിയരെ, ഈ നാമം നമ്മുടെ കൂടെയുണ്ട്. ഈ നാമം ഇന്ന് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നാമം, യേശുവിൻ്റെ നാമം നമ്മുടെ കൂടെയുണ്ട്. ആ നാമത്തില് എന്ത് യാചിച്ച നൽകി തരും. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നൽകി തരുന്ന ആ നാമം നിന്റെ കൂടെയുണ്ട്. ആ നാമം നിനക്ക് പ്രൊട്ടക്ഷനാ. അവന്റെ രക്തം നിങ്ങളുടെ പ്രൊട്ടക്ഷനാ. ആ നാമം നിങ്ങളുടെ കൂടെയുണ്ട്. സർവനാമത്തിനും മേലായ നാമം. അതിനെ ധിക്കരിക്കാൻ അതിനപ്പുറത്തൊരു നാമമില്ല. പിശാച് ഭയപ്പെടുന്ന നാമം, നിനക്കെതിരായി വരുന്ന പരിശോധനകൾ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു നാമം. ഹല്ലേലൂയ. നിന്നോട് കൂടെയുണ്ട്. ആ നാമത്തിലൊന്ന് ഉറച്ചേ, ആ നാമത്തിലൊന്ന് വിശ്വസിച്ചോ. യേശുവിൻ്റെ നാമം, യേശുവിനെ മുറുകെ പിടിക്കുക. ആ നാമത്തിലേക്ക്, അത് ക്രിസ്തുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്ത് യേശുവിൻ്റെ നാമം, ആ നാമ ഹൃദയത്തിനകത്തെടുത്തിട്ട് ഈ വചനം നീ ഹൃദയം കൊണ്ട് ആവർത്തിച്ച്, അതെ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഒന്ന് മനസ്സിലാക്കുക, നീ ഒറ്റയ്ക്കല്ല. യേശുവിന്റെ നാമം നിന്റെ കൂടെയുണ്ട്. ഈ നാമം നിന്റെ കൂടെയുണ്ട്. ഈ നാമം നിന്നെ വിട്ടു കളയുകയില്ല. ഈ നാമം നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഈ നാമം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പത്രോസും യോഹന്നാനും ഒരിക്കല് സുന്ദരമെന്ന ദേവാലയ ഗോപുരം വാതിൽക്കലെത്തി പള്ളിക്കകത്തേക്ക്, അന്നേരത്തെ ദേവാലയത്തിനകത്തേക്ക് അവര് പോകുക. ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ചോദിച്ചോ, അവരെ നോക്കിയിട്ട് വല്ലതും തരണേ എന്ന് പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നു, അവർ അവനെ ഉറ്റുനോക്കി വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് ഈ മുടന്തൻ പത്രോസിനെയും യോഹന്നാനെയും നോക്കി. കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷമാ ഈ നാമത്തിന്റെ പ്രത്യേകതയാ പറയുന്നത്. അപ്പോ ഈ കിട്ടുമെന്ന് നോക്കിയപ്പോ അവർ അവനെ ഉറ്റുനോക്കിയിട്ട് ഒരു വാക്ക് പറഞ്ഞു, വെള്ളിയും പൊന്നും തരുവാൻ എനിക്കില്ല, പക്ഷെ എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അവിടെ എഴുതിയിരിക്കുന്നു, ഉടനെ അവൻ സൗഖ്യം പ്രാപിച്ച് നരിയാണി ഉറച്ച് അവൻ ചാടി എഴുന്നേറ്റ് ചാടിയും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ. ഈ നാമത്തിന്റെ ഇവിടെ കേൾക്കുന്ന രണ്ട് വ്യക്തികളാണ് പത്രോസും യോഹന്നാനും. കേട്ട ഒരു വാക്കാ, നീ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. ഇവരെ ആലയത്തിനകത്ത് ചെന്ന് ഈ നാമത്തിന്റെ ശക്തി ഒന്ന് നോക്കിക്കേ. നസ്രയനായി വെള്ളിയും പൊന്നും എനിക്കില്ല, നസ്രയനായി യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് ഒരൊറ്റ വാക്കിൽ അവന്റെ നരിയാണി ഉറച്ച് ചാടി എഴുന്നേറ്റ് ചാടിയും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ നാമമാ. ഇന്ന് ശ്രദ്ധിക്കണമേ പ്രിയരെ,
ഇതേ ഈ നാമത്തിന്റെ ഈ കർത്താവ് പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന ആ യോഹന്നാൻ പത്രോസ് ഈ നാമത്തിന്റെ ആ ശക്തി അറിയാം, അതിന്റെ വില അറിയാമെങ്കിൽ ഇതേ നാമത്തിന്റെ ശക്തി, ഈ യേശുവിന്റെ നാമത്തിന്റെ ശക്തി, ഈ വില ദൈവജനമേ നമുക്ക് കർത്താവ് ഇമ്പാർട്ട് ചെയ്തിരിക്കുന്നു, നമുക്ക് തന്നിരിക്കുന്നത്, ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാ. ഇതൊന്ന് മനസ്സിലാക്കിക്കേ. ഈ നാമത്തിന് ശക്തിയുണ്ട് നിന്നെ ഓവർകം ചെയ്യിക്കാൻ, നിന്നെ മറുകരെ എത്തിക്കാൻ, നിന്നെ നിത്യത വരെ എത്തിക്കാൻ, ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യാൻ, ഹൃദയം കലങ്ങുന്ന നേരത്ത് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ. ഹല്ലേലൂയ. ഈ ശക്തി നിന്നോടൊപ്പമുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ, ഒന്ന് പ്രാർത്ഥിക്കാം. ഈ വചനത്തിനകത്തേക്കൊന്ന് അടുത്തു വന്നേ. ഈ വചനം എന്നോട് ചേർന്നൊന്ന് ഉരുവിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും, അതെ ഞങ്ങൾ കർത്താവെ നിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നതിന് ചെയ്തു തരുമെന്ന ഞങ്ങളോടുള്ള വാക്കാകയാൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരുമെന്ന ആ വാക്കാകിയാൽ ഈ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. സർവ്വപേരെയും ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന സകല പേരെയും അങ്ങയുടെ നാമത്തിൽ ഹല്ലേലൂയ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമായ കർത്താവ് ജനത്തോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം, അവരെ നടത്തുന്നതിനായി സ്തോത്രം. എൻ്റെ നാമം, ആ നാമം ധരിക്കുവാൻ, ഈ നാമം ധരിക്കുവാൻ, ആ നാമത്തിന്റെ ശക്തിയിൽ നിൽക്കുവാൻ, ആ നാമത്തിന്റെ ശക്തിയിൽ ജീവിക്കുവാൻ, ആ നാമത്തിന്റെ ശക്തിയിൽ കലങ്ങുന്ന ഇടത്ത് ഓവർകം ചെയ്യുവാൻ, പ്രതിസന്ധികളെ ഓവർകം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നു. ഈ വചനം ജനത്തിന് അനുഗ്രഹമാകുന്നതിനായി, ഈ നാമത്തിൽ ചോദിക്കുന്നത് ദൈവം നിവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.